ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ വട്ടാമ്പിയാണ്. ഒരു അതുല്യനായ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പല സുഹൃത്തുക്കളും വളരെ സ്നേഹത്തോടു കൂടെ റഫീഖ് മാഷ് എന്ന് വിളിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഫീഖ് വെന്നീരുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില വ്യത്യസ്തമായ മേഖലകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോക്ക് മുമ്പിൽ എത്തിച്ചേർന്നത്. സ്വാഗതം റഫീഖ് മാഷ്. റഫീഖ് മാഷ് എന്നാണ് ഈ പ്രദേശത്തുള്ള പറഞ്ഞാൽ ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ വെന്നൂരിലാണ്. വെന്നൂരുകാര് അല്ലെങ്കിൽ വെന്നൂര് പരിസരത്തുള്ള ആളുകളൊക്കെ റഫീഖ് മാഷ് എന്ന് വിളിച്ചിട്ടാണ് വന്നിരുന്നത്. അതിൻ്റെ ശേഷം ഇപ്പോൾ മുഹമ്മദ് റഫീഖ്, ഡോക്ടർ മുഹമ്മദ് റഫീഖ് അല്ലെങ്കിൽ അക്യുപങ്ക്ചറിസ്റ്റ് മുഹമ്മദ് റഫീഖ് എന്ന പേരിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പറഞ്ഞതിൽ തന്നെ മനസ്സിലായി, നിങ്ങൾ മാഷ് എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടൊരു അധ്യാപന മേഖലയാണ്. അത് മാറിയിട്ട് മനുഷ്യർക്ക് മറ്റൊരു അത്യാവശ്യമായ മേഖലയായ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അക്യുപങ്ക്ചറാണ് നിങ്ങളുടെ പ്രധാന മേഖല. അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ, അക്യുപങ്ക്ചർ എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ എന്തോ ചില കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതിനപ്പുറം എന്നെ പോലുള്ള പലർക്കും അതെന്താണ് എന്നറിയില്ല. എന്തോ സൂചിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചില കാര്യങ്ങൾ എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ്, നിങ്ങളെക്കുറിച്ച് കേട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു വലിയ മേഖലയാണെന്നും ഇതിൽ ഒരുപാട് ആളുകൾ ഈ രംഗത്തുണ്ട് എന്നും ഇതിൻ്റെ ചികിത്സ തേടി ദൈനംദിനം നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എന്നും അവരൊക്കെ ആ മേഖലയിൽ സമാധാനത്തോടു കൂടെ തിരിച്ചു പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യം നിങ്ങളോട് ചോദിക്കണം, മനസ്സിലാക്കണം എന്ന് തോന്നാൻ കാരണം. ആദ്യമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്. എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് റഫീഖ്. ഞാൻ കുറച്ചു കാലം സ്കൂൾ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ കുംഫു, കരാട്ടെ തുടങ്ങിയിട്ടുള്ള അധ്യാപകനായിരുന്നു. അപ്പോൾ മാഷ് എന്ന് പറയുമ്പോൾ സ്കൂൾ മാത്രമല്ല, ആ രീതി കൊണ്ടാണ് ജനങ്ങൾ ആ പേരിൽ വിളിക്കുന്നത്. റഫീഖ് മാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്തുകാർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഒരു ഡോക്ടർ റഫീഖ് എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോഴും എന്നെ വിളിക്കുന്നത് റഫീഖ് മാഷ് എന്ന് തന്നെയാണ്. സ്കൂളിൽ ദീർഘകാലം പഠിപ്പിച്ചു. കുറേ കുട്ടികളുടെ രക്ഷിതാക്കൾ, നമ്മുടെ നാട്ടുകാരായിട്ടുള്ള അവരുടെയൊക്കെ കുട്ടികളുടെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്നാണ് അവർ ആ രീതിയിലേക്ക് ആ രീതിയിൽ വിളിക്കുന്നതാണ്. ഇവിടെ ഗവൺമെൻറ് UP സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പാരലൽ കോളേജുകൾ, അത് അവിടെ ട്യൂഷൻ എടുക്കുകയും സ്വന്തമായിട്ട് തന്നെ അത്തരം കോളേജുകളൊക്കെ അന്ന് നിലവിൽ നടത്തിയിട്ടുണ്ട്, മാനേജ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ റഫീഖ് മാഷിന്റെ ഷോർട്ട്. പക്ഷെ ഇപ്പോഴത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളിൽ ഇപ്പോഴത്തെ റഫീഖ് മാഷ് ആരാണ്? ഇപ്പോൾ ആ റഫീഖ്, അതായത് പഴയ അധ്യാപകരിൽ നിന്നും ഇപ്പോൾ ഏത് പൊസിഷനിലാണ്? ഞാൻ അധ്യാപകനായിരിക്കെ തന്നെയാണ് ഈ ഒരു കോഴ്സിലോട്ട്, ഈ ഒരു ചികിത്സാ മേഖലയിലോട്ട് കടന്നു വരുന്നത്. അതായത് കരാട്ടെ, കളരി, കുംഫു ഈ രീതിയിൽ പോകുന്ന സമയത്ത് തന്നെ, സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, ഇപ്പോൾ സ്പോർട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാനായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ ഒരു അക്യുപങ്ക്ചർ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ, എൻ്റെ പരിസരത്തുള്ള അയൽവാസികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഒടിവ്, ചതവ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവരെന്നെയായിരുന്നു സമീപിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു ചികിത്സാ രീതി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അത് നമ്മുടെ ഒരു മനസ്സിൽ, നമ്മുടെ ആ ജീവിതത്തിലൊരു ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല, അതിനോട് വലിയ താല്പര്യമായിരുന്നു. ഈ കുംഫു, കരാട്ടെ, ഈ കായിക കലകളോടും അതുമായി ബന്ധപ്പെട്ട ചികിത്സാ മേഖലയോടൊക്കെ വലിയ താല്പര്യമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. അതായത് അവിടെ തന്നെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇത് അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വിശദീകരണങ്ങൾ ചോദിച്ചറിയാണ്ട്. അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു വാചകങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിഭാഗം ഉണ്ടല്ലോ, പൊതുസമൂഹത്തിലുള്ള വിഭാഗം, അതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള ഒറ്റവാചകം ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പിന്നെ എവിടെയെങ്കിലും പോയിട്ടൊരു 2 ദിവസത്തെ ട്രെയിനിങ് എടുക്കുന്നു, 3ാമത്തെ ദിവസം അയാളൊരു ഡോക്ടറായിട്ട് അവരോധിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് അപവാദമാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നിങ്ങൾ ഈ ഫീൽഡിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ
നാട്ടുമ്പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കൈയിനോ കാലിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പറ്റ ഉഴിച്ചിൽ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ മുൻപേ ചെയ്തിട്ടുണ്ട്, ഈ നാട്ടുകാർക്ക് അത് പരിചയമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അങ്ങനെ ആ ഫീൽഡിലേക്ക് അങ്ങനെ തുടർച്ചയായിട്ട് കയറിയതാണ്. അതെ. പിന്നെ എത്താൻ കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് 4 കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഒന്ന്, എൻ്റെ ഉപ്പയും ഉമ്മയും നല്ല രോഗികളായിരുന്നു. അതായത് നിരന്തരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാൻ കരുതിയത് എന്റെ ഉമ്മയും ഉപ്പയും ഈ രംഗത്തുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതായത് അവര് നല്ല രോഗികളായിരുന്നു. നല്ല രോഗികളായിരുന്നു. അപ്പൊ എന്ന് വെച്ചാല് അവര് നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗികൾ. നമ്മള് മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് മരുന്നിന്റെ ലിസ്റ്റ് ഒന്നും കൊടുക്കണ്ട, അറിയാം. അവർക്കറിയാം. കാരണം നിരന്തരമായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഉമ്മക്കൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തെ മരുന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള മരുന്ന് കഴിക്കുക. പിന്നെ നമ്മളെ അയൽവാസികളായാലും നമ്മുടെ കുടുംബക്കാരായാലും ഒക്കെ കാണുന്നത് ഇങ്ങനെ മരുന്ന് കഴിക്കുന്നു എന്നല്ലാതെ അവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അതിൽ നിന്ന് കിട്ടുന്നില്ല. എന്നും കയ്യിൽ മരുന്നുണ്ട്. അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗി എന്ന് പറഞ്ഞാൽ, അവർ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ മെഡിസിനും എടുക്കുന്നു. ഒരു സന്തോഷകരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ജീവിതം അവർക്ക് കിട്ടുന്നില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് അത് കൂടുതലാകുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, അഡ്മിറ്റ് ആകുന്നു. ഇത് നിരന്തരമായിട്ട് ഒരു പിന്നെ പ്രതീക്ഷയില്ല. മാത്രമല്ല അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ലെവലിലേക്കാണ് അവർ പിന്നീട് പോകുന്നത്. ഈ അവസ്ഥ കണ്ട് അതിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, കൂടുതൽ പ്രശ്നമാവാന്നുള്ളൂ. പിന്നെ അങ്ങനെയാണ് അവസാനിക്കുക. നിങ്ങൾ പറഞ്ഞതുപോലെ ആ രോഗ കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് വലിയ രോഗികളായിട്ട്, കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളായിട്ടാണ് പൊതുവെ ജനങ്ങൾ തിരിച്ചുവരവില്ല. ഇത് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു പരിഹാരമില്ലേ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ചികിത്സാ മേഖല എത്താനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം നേരത്തെ പറഞ്ഞ ഈ കലയുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ ഈ തൈച്ചി ഡ്രാഗൺ കുംഫു എന്ന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, അന്ന് ഞാൻ സ്കൂളിൽ പ്രവർത്തിക്കുകയാണ്, സ്കൂൾ മാഷായിട്ട്. പാറപ്പുറം UP സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ സെക്രട്ടറി ഒരു അനിൽ മാഷ് എന്ന് പറയുന്ന ചേലാമ്പ്ര ഉള്ള ഇതിൻ്റെ അക്യൂപഞ്ചർ അല്ല ഇത് കുംഫുമായിട്ട് ബന്ധപ്പെട്ട തൈച്ചി ഡ്രാഗൺ കുംഫു അസോസിയേഷൻ, അതിൻ്റെ ടെസ്റ്റ് ബെൽറ്റ് ഇതൊക്കെ കൊടുക്കുന്ന. അപ്പം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഈ മാഷ ഉണ്ടായിരുന്നു. ആ മാഷിനോട് ഞാൻ ഇതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട്. അദ്ദേഹം നന്നായിട്ട്, അനിൽ ചേലാമ്പ്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയപ്പെട്ട പ്രഭാഷകനാണ്, ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇപ്പോൾ അദ്ദേഹമാണത്. ഇപ്പോൾ വലിയ അറിയപ്പെട്ട ആളായി മാറി. അന്ന് ഞങ്ങളുടെ കൂടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഇപ്പോൾ കുംഫുവിലൊരു എംബ്ലുണ്ട്, യിങ് എന്ന് പറയുന്ന, അത് അക്യൂപഞ്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എംബ്ലാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽസ് ആയിട്ട് വിശദീകരിച്ചു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അക്യൂപങ്ചറിനെ കുറിച്ചും ഇങ്ങനൊരു ചികിത്സാ ഫീൽഡ് ഉണ്ടെന്നും മരുന്നില്ലാത്ത ചികിത്സയാണെന്നും ഇത് ചൈനക്കാരാണ് ഇതിൻ്റെ ആളുകളെന്നൊക്കെ മനസ്സിലാകുന്നത്. അത് ദാറ്റ്സ് എ പോയിന്റ്. ചൈനയിൽ നിന്നാണ് അക്യൂപങ്ചർ വരുന്നത്, കുംഫും വരുന്നത്. അപ്പോ അതാണ് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അക്യൂപഞ്ചറിലേക്ക് എത്തിപ്പെടുന്നത്. ഇതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രൊഫഷൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ, ഇതൊരു ചികിത്സയാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വേദന മാറ്റി കൊടുക്കുക, പ്രത്യേകിച്ച് മുട്ടുവേദന, മടമ്പ് വേദന, തലവേദന, ഇതിൻ്റെ ആളുകളാണ് ഭൂരിപക്ഷ ആളുകളും, എല്ലാവരും. അപ്പോൾ അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരിഷ്ടപ്പെടാനും അതൊരു സമൂഹത്തിൽ ഒരു നല്ലൊരു സ്ഥാനം ലഭിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഒരു ചികിത്സ പഠിക്കണം, ആ ചികിത്സാ മേഖലയിൽ എത്തണം എന്നുള്ള ഇങ്ങനെ ഒരുപാട് എന്ന് പറയാം. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത്. അങ്ങനെ അതിപ്പോ എത്ര വർഷമായി? അത് ഏകദേശം 11 വർഷം. 11 വർഷം മുമ്പാണ് നിങ്ങളിത് പഠനം നടത്തിയത്. ആ പഠനം നടത്തിയ കോഴ്സ് അത് നന്നായിട്ട് വിജയിച്ചു. അതില് പഠനം നടത്തുന്ന സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ച് അത് ഒരു എന്താ പറയാ, ഒരു പൊങ്ങച്ചായിട്ട് പറയല്ല, എന്തിലാണോ ഉള്ളത് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നുള്ള. ഞാനിവിടെ ഞങ്ങളൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു ഫുട്ബോളിന്റെ, അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതിൽ നന്നായിട്ട് അന്ന് ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുംഫുവിൽ വന്ന സമയത്ത്
കുംഫുവിൻ്റെ ലെവലിൽ അതിൻ്റെ ചീഫ് എക്സാമിനർ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫീൽഡ് ഏതിലാണോ ഉള്ളത് അതിന് അതില് മാസ്റ്റർ അതിൽ മാസ്റ്റർ ആവാന്നുള്ളതാണ് എൻ്റെ അന്നത്തെ ഒരു ആഗ്രഹം. അപ്പോൾ കുംഫു പറഞ്ഞല്ലോ, അതേപോലെ അധ്യാപനം മറ്റുള്ള ഏത് കാര്യം, കളികളായാലും മറ്റേതായാലും അതിൻ്റെ മാക്സിമം അതൊരു മോട്ടിവേഷൻ ആണ്. നമ്മുടെ ഒരു രംഗത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ട്രൈ ടു ബിക്കം എ മാസ്റ്റർ. അതാണ് സംഭവം. അപ്പൊ അതിന്റെ മാക്സിമം ലെവലിൽ എത്തണം എന്നുള്ള അതെ അതെ ഒരു ചിന്ത, അതിനുള്ള ഒരു പരിശ്രമം, അത് കഠിനമായിട്ട് പരിശ്രമിച്ചെന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾ ലീവാക്കിക്കൊണ്ട് എത്രത്തോളം സ്വന്തം കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണങ്ങൾ വരെ ഒഴിവാക്കിക്കൊണ്ട് ക്ലാസ് ലീവാക്കാതെ ഞാൻ ആ സമയത്ത് പഠിച്ചു. അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ്. പിന്നെ മാത്രമല്ല, പഠിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് വളരെ നല്ലതായിട്ട് അനുഭവപ്പെട്ടു. എൻ്റെ ഇതിൽ ആ സമയത്ത് തന്നെ ഞാൻ ഉമ്മൻ്റെ മരുന്ന് അവസാനിപ്പിച്ചു. കാരണം ഉമ്മ മരുന്നില്ലാത്ത ഒരു ഉമ്മയെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും പരിചയമില്ല. ഫസ്റ്റ് പോയിന്റ് അതായിരുന്നു. പിന്നെ ഉമ്മയെ കണ്ടിട്ടാണ്, അതായത് എപ്പോഴും മരുന്ന് എന്നുള്ള ആ ഒരു ഫസ്റ്റ് മോട്ടീവ് അതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ആ പഠിച്ച സമയത്ത് തന്നെ ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റും മരുന്നില്ലാതെ ചികിത്സ സാധ്യമാണ് എന്നൊക്കെ മനസ്സിലായ സമയത്ത് തന്നെ ഞാൻ ഉമ്മാന്റെ മരുന്ന്, ഞാനുള്ള ഉമ്മക്ക് മരുന്ന് കൊണ്ടു കൊടുക്കുക. കാരണം ജ്യേഷ്ഠൻ ഇവിടെ അല്ല, ജ്യേഷ്ഠൻ വിദേശത്താണ്. പിന്നെ ഉപ്പുള്ളത് പിന്നെ മംഗലാപുരത്ത് ദർസായിരുന്നു, ഇപ്പൊ അവിടെ ഉദരീസുമാണ്. ഞാനും ഉമ്മയെ തന്നെ വീട്ടിലുണ്ടാവുള്ളൂ, വേറെ ആരും ആ സമയത്ത് വീട്ടിലില്ല. ഞാൻ തന്നെയാണ് ഉമ്മാക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, മരുന്നൊക്കെ. അതുകൊണ്ട് തന്നെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ചികിത്സയിലോട്ട് വന്നു. ഉമ്മ സുഖസുന്ദരമായിട്ട് യാതൊരു പ്രയാസമില്ലാതെ മരുന്ന് നിർത്തി എന്ന് വിചാരിച്ചിട്ട് ഉമ്മക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഇതെനിക്ക് കൂടുതൽ എന്തായി എന്നെ മോട്ടിവേറ്റഡ് ആക്കി. മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രമേഹത്തിന്, പ്രഷറിന്, കൊളസ്ട്രോളിനൊക്കെ കഴിക്കുന്ന മരുന്നുകൾ, അതല്ല മരുന്ന് നിർത്തുമ്പോ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. ആര് കൂടെയുള്ള സഹോദരങ്ങളും മറ്റൊക്കെ അവരുടെ കുറ്റമല്ല, കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ മരുന്ന് സ്ഥിരം കുടിക്കുന്ന ഒരാൾ മരുന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്ര തന്നെ വലിയ പ്രശ്നങ്ങൾ, കാരണം ഒറ്റ ജ്യേഷ്ഠനേ ഉള്ളൂ. ജ്യേഷ്ഠന് ഞാൻ എന്താ ചെയ്യുക, സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. ഉപ്പനെ എനിക്ക് ചികിത്സിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അല്ല, ആ സമയത്ത് ഞാൻ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ശരിക്കും ഈ ഫീൽഡിലേക്ക് ഞാൻ വരുന്നത്, ഒഫീഷ്യലായിട്ട് ഇറങ്ങുന്നത്. ഏതായിരുന്നാലും കോഴ്സ് പഠിച്ചു, അതിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഞാനത് പഠിച്ചു എന്നല്ല, സാധാരണ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് ഇതിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ നാട്ടുകാർക്ക് ഈ സിസ്റ്റത്തെ പരിചയപ്പെടുന്ന ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ഇവിടെ പെരുമ്പുഴ LP സ്കൂളിൽ വെച്ചിട്ട്. അതാണ് ചികിത്സാ മേഖലയിലോട്ട് പെട്ടെന്ന് കിടക്കാനുണ്ടായ ഒരു കാരണം. അങ്ങനെ അവിടെ സൗജന്യമായിട്ട് ഇപ്പോൾ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ കുറേ ആളുകൾ ചികിത്സക്ക് എത്തും. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അവർക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അവർ ചോദിച്ചു, ഇനി ഞങ്ങൾ തുടർ ചികിത്സയ്ക്ക് അങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യും, അങ്ങനെയാണ് വെന്നിയൂരിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അക്യുപഞ്ചറിന് വേണ്ടി ഒരു ക്ലിനിക്ക്, അക്കസ് അക്യുപഞ്ചർ ഹോം എന്നുള്ള പേര്. അന്ന് കേരളത്തിൽ വേറെ എത്ര സെന്റർ? അന്ന് വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. പരിചയമില്ല ആളുകൾക്കൊന്നും പരിചയമില്ല. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയില്ല. ഇന്ന് അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇതൊരു ചികിത്സാ രീതിയാണ്. ചോദിക്കട്ടെ, ശരിക്ക് ഇതിന്റെ ചികിത്സാ രീതിയാണ്. മരുന്നില്ല എന്ന് പറയുമ്പോഴും അതിലെന്തെങ്കിലും മരുന്ന് ഉണ്ടാവോ എന്ന് ഒരു സംശയമാണ്. അതായത് മരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുറെ ഗുളിക്കും മരുന്നില്ല എന്നാണ്, കുറച്ച് കഴിക്കേണ്ടി വരും. എങ്ങനെയാണ് ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ചികിത്സ രീതി എങ്ങനെയാണ്, ഒന്ന് ഷോർട്ടായിട്ട് പറയണമെങ്കിൽ? ഓക്കെ, പൊതുവെ ആളുകൾ സംശയിക്കുന്ന ഒരു കാര്യമാണ്, ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്നില്ലെങ്കിൽ പുറമെ പുരട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം. എന്നാൽ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ പുറമെ പുരട്ടാനുള്ള, ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്ന് തീരെയില്ലാത്ത ചികിത്സ. ഡ്രഗ്ലെസ് തെറാപ്പി എന്നാണ് ഇത് അറിയപ്പെടുന്നതിന്. ഒരു മരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനർജി ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ആത്മീയതയാണോ? ആത്മീയതയല്ല. അതായത് സ്വാഭാവികമായിട്ടുള്ള സംശയം അങ്ങനെയാണല്ലോ, മരുന്ന് ഉള്ളിക്കും വേണ്ട പുറത്തേക്കും വേണ്ട, മന്ത്രമാണോ എന്നുള്ള സംശയം. അല്ലെങ്കിൽ പിന്നെ മാജിക്. ഇത് രണ്ടുമല്ല. അതായത് നമ്മുടെ ഈ ഒരു ശരീരം, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ബോഡി മാത്രമല്ലല്ലോ, നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ട്, ജീവശക്തി. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പകരം ഞാൻ ഒറ്റ പോയിന്റിലെത്താം, ജീവൻ. അപ്പം നമുക്ക് കണ്ണുണ്ട് എന്ന് വിചാരിച്ചിട്ട് കാണാൻ കഴിയില്ല.
കണ്ണുള്ള ധാരാളം ആളുകളുണ്ട്, കാഴ്ചയില്ലാത്ത ആളുകൾ. ഇതുപോലുള്ള കണ്ണുണ്ട്, പക്ഷെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ചെവി യാതൊരു പ്രയാസമില്ലാത്ത ഇതുപോലെ നമ്മളെപ്പോലുള്ള ചെവി ഉണ്ട്, അവർക്ക് കേൾവി ശക്തി ഇല്ല. കാലുകൾ ഉണ്ട്, പക്ഷെ അവർക്ക് നടക്കാൻ വയ്യ. കാലുകൾക്ക് സ്ട്രക്ചറലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അവരെ കാലിന് സ്വാധീനമില്ല. ഇവിടെ കണ്ണുകൾക്ക് കാണാനുള്ള പവർ കൊടുക്കുന്നത് ജീവനാണ്. ചെവികൾക്ക് കേൾക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് ജീവനാണ്. കാലുകൾക്ക് നടക്കാനുള്ള ശക്തി നൽകുന്നത് ജീവനാണ്, ജീവശക്തി. ഈ ജീവനില്ലെങ്കിൽ നമ്മൾ വെറും ഡെഡ് ബോഡിയാണ്. ഈ ജീവനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, എനർജിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അക്യുപഞ്ചർ ചികിത്സ ഉള്ളത്. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ജീവശക്തി അത് എത്രത്തോളം ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ അക്യുപഞ്ചറിലൂടെ സാധിക്കും. അതേപോലെ തന്നെ ചെവിയുടെ ജീവശക്തി, ഓരോ ഇന്റേണൽ ഓർഗൻസിനും ജീവനുണ്ട്. അക്യുപഞ്ചറിൽ പറഞ്ഞാൽ ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള ജീവനുണ്ട്, ജീവശക്തിയുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് രോഗമായിട്ട് വരിക. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഗാനമേള നടക്കുന്ന സമയത്ത് അവിടെ പാട്ട് പാടുന്ന ആളുണ്ട്, തബല വായിക്കുന്ന ആളുണ്ട്, പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസുകളുണ്ട്. ഇതെല്ലാം ഒരേ താളലയത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് നല്ലൊരു ഗാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ എനർജി, ലിവറിൻ്റെ എനർജി, ലങ്സിൻ്റെ എനർജി, ഇത് ഒരേ താളലയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിരിക്കും. ഏതെങ്കിലും അവയവത്തിൻ്റെ ജീവശക്തിയിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ രോഗിയായിരിക്കും. ഉദാഹരണമായിട്ട് ലിവറിന് എനർജി കുറവുണ്ടെങ്കിൽ കാഴ്ചശക്തി കുറവായിരിക്കും. കിഡ്നിക്ക് എനർജി കുറവുണ്ടെങ്കിൽ കേൾവിശക്തി കുറവായിരിക്കും. അതിന് നമ്മൾ ഒരു സിമിലാരിറ്റി കൂടി ഉണ്ട്. ലങ്ങിനെ പോലെയാണ് നമ്മളുടെ മൂക്ക്, ലിവറിനെ പോലെയാണ് നമ്മളുടെ കണ്ണ്, കിഡ്നിയെ പോലെയാണ് നമ്മളുടെ ചെവി. കിഡ്നിയുടെ എക്സ്റ്റേണൽ ഓർഗൺ ആണ് ചെവി. അങ്ങനെ ഒരു ഭാഗം കൂടി ഉണ്ട്. ലിവറിന്റെ എക്സ്റ്റേണൽ ഓർഗൺ ആണ് കണ്ണ്. അതേപോലെ തന്നെ ലങ്സിന്റെ എക്സ്റ്റേണൽ ഓർഗൺ ആണ് മൂക്ക്. പരസ്പര പൂരകങ്ങളാണ്, ബന്ധമുണ്ട്. അപ്പൊ ഇതിന്റെ ജീവശക്തിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കേൾവിയെയും കാഴ്ചയെയും ബ്ലഡ് സർക്കുലേഷനെയും എല്ലുകളെയും മജ്ജയെയും മാംസത്തെയും നെർവ്സിനെയും എല്ലാം ഈ ജീവനുമായി കണക്റ്റഡാണ്. ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടാണ് അക്യുപഞ്ചറിലെ ചികിത്സ. ഒരു ഫിസിക്കലായിട്ടുള്ള രീതിയല്ല, നേരെ മറിച്ച് ഒരു എനർജി ലെവലിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നമുക്ക് പല രീതിയിൽ കണ്ടെത്താൻ പറ്റും. എനർജിയിൽ ഇംബാലൻസ് ഡയഗ്നോസിസ് രീതി ലാബ് ടെസ്റ്റുകളെ ആശ്രയിച്ചിട്ടല്ല, നേരെ മറിച്ച് പൾസ് ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ഒബ്സർവേഷൻ, നിങ്ങളെ കണ്ടിട്ട്, അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചറിഞ്ഞിട്ട്, ഇത് നമുക്ക് ആ ജീവശക്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പഠിക്കും ഇതെന്താ സംഭവം, അസുഖം എന്താന്നുള്ളത്, അസുഖം എന്നുള്ളതിന് പകരം അതിന്റെ കാരണം മനസ്സിലാക്കും. അതായത് രോഗ സിംറ്റത്തെ അല്ല നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്യുപങ്ചറിൽ എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട് എന്നാണ് അക്യുപഞ്ചറിന്റെ തിയറി. ഏതെങ്കിലും പ്രത്യേക രോഗത്തിനല്ല ചികിത്സ. മാത്രമല്ല, രോഗത്തിനല്ല ചികിത്സ, രോഗിക്കാണ് ചികിത്സ. അതിലിപ്പോ നേരത്തെ സാർ പറഞ്ഞല്ലോ, ഇപ്പോ പിന്നെ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇവിടെ കാണും എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ചെവി വേദനയാണെങ്കിൽ ഇവിടെ മരുന്ന് തേച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അതാണല്ലോ ഇപ്പൊ കണക്ഷൻ വരുന്നത്. കാരണം അപ്പൊ അതിന്റെ കാരണം ഒരു പക്ഷേ ഇവിടെ ആവും, അവൻ ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് തലവേദന, ഈ ഒരു തലവേദന വെറും തലയിൽ നമ്മൾ ചികിത്സയോട് കാര്യമില്ല, ഇവിടെ മരുന്ന് വെച്ചിട്ട് കാര്യമില്ല. കാരണം അതിനുള്ള റൂട്ട് കോസിനെ കണ്ടെത്തണം. ചിലപ്പോൾ വയറിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ലിവറിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അയാളുടെ ടെൻഷൻ, ഇതെന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡയഗ്നോസ്. മറ്റേത് തൽക്കാലം എന്ത് ചെയ്യും, ശമനം കിട്ടും. ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ ഇത് ഏത് വേദനയാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് തൽക്കാലം മാറ്റം കിട്ടും, പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആകുന്നില്ല. അതാണ് നിങ്ങളെ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ റൂട്ട് കോസസിനെ കണ്ടെത്തി പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാന്നുള്ളതാണ്, ഒരു താൽക്കാലിക ശമനമല്ല. അപ്പൊ ഇപ്പൊ ചികിത്സയുടെ ഏകദേശം ഒരു ഐഡിയ ആക്കിട്ടെ, ഇനി അടുത്തത് ഈ അക്യുപങ്ചർ എന്ന് കാണുമ്പോൾ സാധാരണക്കാരുടെ വിചാരം അത് വേറെ ഏതൊക്കെ ചില ടീമിനുള്ള ഒരു ചികിത്സയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ രോഗത്തിനുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഒരു സാധാരണക്കാരന് ഇപ്പൊ നിങ്ങളെ പോലുള്ള ഈ അക്യുപങ്ചർ എന്നുള്ള സിസ്റ്റം സാധാരണക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അതായത് ഇപ്പൊ നമുക്കൊരു അസുഖം വന്നാൽ ഉടനെ ഓടുന്നത് പിന്നെ മെഡിക്കൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നു, അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മരുന്ന് കുടിക്കുന്നു, അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നു. അപ്പൊ സാധാരണ ഒരാൾക്ക് അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചാൽ
ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളതാണ്. അതായത് സാധാരണക്കാർ അനുഭവിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ അതിൽ പ്രതിവിധി ഉണ്ടോ എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ പ്രൈമറി കോംപ്ലക്സിലാണോ? പനി, ജലദോഷം, അതൊന്ന് പിന്നെ അതുപോലെ തന്നെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. കാൽമുട്ട് വേദന, കൈമുട്ട് വേദന തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇതിൽ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അക്യുപഞ്ചറിനെ പഴയ കാലത്തൊക്കെ നമ്മളുടെ നാട്ടിൽ കണ്ടിരുന്നത് ഒരു പെയിൻ കില്ലർ ആയിട്ടാണ്, ഒരു വേദന സംഹാരി. നമ്മുടെ നാട്ടിൽ ഈ ചികിത്സാ രീതി പഴയ കാലത്ത് തന്നെ ഉണ്ട്. അന്ന് ചെയ്തിരുന്നത് അലോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോ ഡോക്ടേഴ്സൊക്കെ അവരുടെ ഹോസ്പിറ്റലിൽ മരുന്നുകൊണ്ട് പോലും മാറാത്ത വേദനകൾക്ക് അക്യുപഞ്ചർ ചികിത്സ ചെയ്തിരുന്നു പഴയ കാലത്ത്. കാരണം അത്രയും വേദനയെ ശമിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോഴും പൊതുവെ ജനങ്ങൾക്കിടയിലുള്ളത് വേദനയെ മാറ്റുന്നൊരു ചികിത്സ എന്നുള്ള രീതിയാണ് കൂടുതൽ ആളുകൾക്കിടയിലുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതിന് ഇപ്പൊ ഈ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ഊരവേദന, പ്രത്യേകിച്ച് വയസ്സായവര് എല്ലാ ഉമ്മാരും പോരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അതാണ്. അത്തരക്കാര് ഈ കാൽമുട്ട് വേദന ഇങ്ങനത്തെ വേദനകള് സ്ഥിരമായിട്ടുള്ളവരുണ്ട്, കുറെ വർഷങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മരുന്ന് തേക്കുന്നുണ്ടാവും. അവര് ഈ ചികിത്സാ രീതി ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാവാറുണ്ടോ? അതിനും ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണത്തിലെത്താം. ഉമ്മന്റെ കേസ് തന്നെ. ഉമ്മക്ക് ശക്തമായിട്ടുള്ള വേദന ആയിരുന്നു, കാൽമുട്ട് വേദന, മടമ്പ് വേദന, തലവേദന എല്ലാ സമയത്തും. അങ്ങനെ അവസാനം ഞാൻ ആ ടൈമിൽ ഈ ചികിത്സയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പല സ്പെഷ്യലിസ്റ്റുകളെ, ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ട് കുറേ മെഡിക്കൽ റെപ്പുമാരുണ്ട്, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളുകളുണ്ട്, അവരോടൊക്കെ ഞാൻ നല്ല ഡോക്ടേഴ്സ് ഏതാന്ന് ചോദിക്കും. ഞാൻ അവസാനമായിട്ടൊരു പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ, അദ്ദേഹം മാസത്തിലൊരിക്കൽ മാത്രമേ ഈ തിരുരങ്ങാടി ഒരു ഹോസ്പിറ്റലിൽ വരുള്ളൂ, മാസത്തിലൊരിക്കൽ. അത് തന്നെ രാത്രി 10 മണിൻ്റെ ശേഷം. അപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കൊന്ന് ആലോചിച്ച് നോക്കാം. മാസത്തിലൊരിക്കലേ വരുന്നുള്ളൂ, അത് തന്നെ രാത്രി 10 മണിക്കൂർ മാത്രം. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന വെഞ്ഞൂരിലുള്ള ആൾ പറഞ്ഞു തന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കാണിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉമ്മാനിട്ട് പോയി രാത്രി ബുക്ക് ചെയ്തിട്ട് ടോക്കൺ എത്രയോ കിട്ടി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇത് എല്ല് തേയ്മാനാണ്, നിങ്ങൾ ഈ പറഞ്ഞ കേസ്, ഈ പറയപ്പെട്ട രീതിയിലുള്ള എല്ല് തേയ്മാനാണ്. ഇനി വേണമെങ്കിൽ ഇത് മാറില്ല, വേദന കുറക്കാനുള്ള പെയിൻ കില്ലർ യൂസ് ചെയ്യുക ഇതിനുള്ളൂ. ഇനി എല്ല് തേയ്മാനമാണെന്ന് ഉറപ്പിക്കുന്നതിന് ഒരു ടെസ്റ്റ് നടത്തും, ഒരു 5000 രൂപ എക്സ്പെൻസ് വരുന്നൊരു ടെസ്റ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു. ഞാനിത് അദ്ദേഹത്തിനോട് ചോദിച്ചു, അറിഞ്ഞിരിക്കാൻ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ഇതിനുള്ള പരിഹാരം എന്താ? പരിഹാരമൊന്നുമില്ല, പെയിൻ കില്ലർ ഉപയോഗിക്കാന്നുണ്ട്. ആ വേദനയാണ് ഞാൻ ഈ ചികിത്സയിൽ വന്നതിന് ശേഷം പിന്നെ ഉമ്മാക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അത്രത്തോളം ഡേഞ്ചറാണ് ഈ മാറില്ല എന്ന് പറഞ്ഞ ആ ഒരു എല്ല് തേയ്മാനം, ആ രോഗത്തിന് അക്യുപഞ്ചർ ചെയ്തിട്ട് ഉമ്മാക്കൊരു പ്രയാസമില്ലാതെ ഉമ്മ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്തൊരു അതായത് സ്വാഭാവിക സംശയം, പിന്നെ ഇതിൽ രംഗത്തുള്ള ഇല്ലാത്ത ആളല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാൽമുട്ട് വേദന കൊണ്ട് വന്ന ഒരാളെ ഇപ്പൊ നിങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങളിപ്പോ ബാഹ്യശക്തിക്കാണ് ചികിത്സിക്കുന്നൊക്കെ വന്നത്, എങ്ങനെയാണ് ആ ചികിത്സ എന്നൊരു സ്വാഭാവിക സംശയത്തിന്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ സൂചി പരിപാടിയൊക്കെയാണ്, അതെങ്ങനെയാണെന്നുള്ളത് സ്വാഭാവിക സംശയം. ഇതിലും ഈ ഒരു എല്ല് തേയ്മാനത്തിന് അക്യുപഞ്ചറിൽ മനസ്സിലാക്കുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു മാറ്റം അവിടെ വരണം എന്നുണ്ടെങ്കിൽ, ഒരു എനർജിയിലുള്ള ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് ഫിസിക്കലായിട്ടുള്ളൊരു മാറ്റം വരിക. ഇവിടെ ഒരു ചലനം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു എനർജി ഇവിടെ പ്രവർത്തിക്കണം, ഒരു ഫോഴ്സ്, ഒരു അദൃശ്യമായിട്ടൊരു ഫോഴ്സ്, അതിനെയാണ് എനർജിയിലുള്ള ഇംബാലൻസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഒരു മുട്ടുവേദന ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ മുട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തും, യൂറിക് ആസിഡ് കൊണ്ടാണോ അല്ലെങ്കിൽ പ്രമേഹം കൊണ്ടാണോ. ഇത് കെമിക്കൽ ചേഞ്ചാണ്. ഒന്ന് മുട്ടിനുള്ള തേയ്മാനം എന്നുള്ളത് ഫിസിക്കൽ ചേഞ്ചാണ്, രണ്ടാമത്തത് കെമിക്കൽ മാറ്റങ്ങളാണ് നോക്കുന്നത്. അങ്ങനെ യൂറിക് ആസിഡ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു യൂറിക് ആസിഡ് രോഗിയാണ് എന്ന് ഡോക്ടർ വിധി എഴുതി, പിന്നെ അദ്ദേഹം മരുന്നുകൾ, യൂറിക് ആസിഡിനുള്ള മരുന്ന് ഇങ്ങനെ കഴിക്കുക വേദന വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഞാൻ യൂറിക് ആസിഡ് രോഗിയാണ്, ഇതിനെനിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല, വേദന വരുമ്പോൾ എന്ത് ചെയ്യുക, മരുന്ന് കഴിക്കുക. കുറേ കാലത്തിന് വേദന ഉണ്ടാവില്ല, വീണ്ടും വേദന വരുമ്പോൾ എന്ത് ചെയ്യും, മരുന്ന് കഴിക്കും. പക്ഷെ അയാൾ അക്സെപ്റ്റ് ചെയ്തു ഞാൻ യൂറിക് ആസിഡാണ്. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ മുട്ട് തേയ്മാനമാണ് എന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തേഞ്ഞതിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ശരിയാവില്ല, വേദന വരുമ്പോൾ മരുന്ന് കഴിക്കുക എന്നുള്ള രീതിയിലാണ്. എന്നാൽ അക്യുപഞ്ചറിൽ അങ്ങനല്ല, കെമിക്കൽ ചേഞ്ചിനും ഫിസിക്കൽ ചേഞ്ചിനും അടിസ്ഥാന കാരണം എനർജിയിലുള്ള ചേഞ്ചാണ്. ആ എനർജി ചേഞ്ചിന് പൾസ് ഡയഗ്നോസിസിലൂടെ കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അതിനുള്ള അക്യുപഞ്ചർ പോയിന്റുകളിൽ അക്യുപഞ്ചർ നീഡിലുകൾ, അക്യുപഞ്ചർ ചികിത്സക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, എനർജിയെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ.
ആ എനർജിയെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഒരു വിരലിന്റെ സ്പർശം മതിയാവും, അല്ലെങ്കിൽ ഒരു നീഡിൽ മതിയാവും. ആ നീഡിൽ കാണിക്കാൻ പറ്റും, കാണിക്കാം. പലതരത്തിലുള്ള നീഡിലുണ്ട്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നീഡിൽ ഇതാണ്. വളരെ ചെറിയ നമ്മുടെ തലയിലെ മുടിയോളം അത്രേ വണ്ണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഇൻസർട്ട് ചെയ്യുന്ന സമയത്ത് വേദന ഒന്നും ഉണ്ടാവണമെന്നില്ല, അറിയാത്ത രീതിയിൽ. വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങളൊന്ന് വരും. ജസ്റ്റ് നമ്മളൊരു രോഗി വന്നാല് ഇപ്പൊ സ്വാഭാവികമായിട്ട് രോഗി നമ്മളോട് രോഗങ്ങൾ പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ രോഗങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അത്രയും രോഗികൾക്ക് സുഖമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു, രോഗത്തിനല്ല ചികിത്സ, മറിച്ച് രോഗിക്കാണ്. അപ്പൊ ആ രോഗിയുടെ ഇംബാലൻസ് ആയ എലമെന്റിനെ കണ്ടെത്തിയിട്ട് അതിനാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൾസ് ഡയഗ്നോസിസിലൂടെ പൾസ് നോക്കിയിട്ട് ഏത് എനർജിയിലാണ് ഇംബാലൻസ് എന്ന് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ആ എനർജിയെ ലെവൽ ചെയ്യുന്ന പോയിന്റുകളിൽ, സ്വിച്ച് ബോർഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് ശരീരത്തിലുണ്ട്. അവിടെ നീഡിൽ ചെയ്യുക. നീഡിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതൊരു പോയിന്റാണ്. ഇവിടെ ഇതിന് LU9 എന്ന് പറയും, ലങ്ങിലെ 9ാമത്തെ പോയിന്റാണ്. ഓരോ ഇന്റേണൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടാണ് പോയിന്റ്സിൽ വരിക. ലങ്സിന്റെ അതിന്റെ എനർജി സഞ്ചരിക്കുന്ന പോയിന്റ്സ് അതിൽ 9ാമത്തെ പോയിന്റ്സാണ്. അപ്പോൾ നീഡിൽ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇത്രേ ഉള്ളൂ. ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇത്ര ആവശ്യമുള്ളൂ. ഇതാണ് ട്രീറ്റ്മെന്റ്. 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞാൽ നീഡിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് റിമൂവ് ചെയ്യുക, ഒഴിവാക്കുക. ഇതാണ് ചികിത്സന്റെ വളരെ സിമ്പിളാണ്. അതിന്റെ എഫക്റ്റീവാണ്. കാണാനൊന്നുമില്ല. ഉദാഹരണത്തിന് കാരണം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ, ഡോക്ടറെ അടുത്ത് പോയാൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു കെട്ട് മരുന്ന് ഗുളികയൊക്കെ ഉണ്ടെങ്കിലാണ് ആ വന്നവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് ഈ ഒരു കുത്ത് ഒരു രോഗിയെ സംബന്ധിച്ച്, അത് അല്ലെങ്കിൽ മറ്റേത് കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നിസ്സാരമായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം അവർക്ക് അവിടെ ഒന്നും കാണാനില്ല. ഇനി മാത്രമല്ല ലാബിലേക്ക് അയക്കുന്നില്ല, മറ്റ് ഒരുപാടൊരു സംവിധാനങ്ങളില്ല. ആകെ അക്യുപഞ്ചറിന് വേണ്ടത് നീഡിലാണ്. അപ്പൊ ഈ സമയം എത്ര തവണ അങ്ങനെ ഉണ്ടോ? അത് ഓരോ രോഗത്തിനനുസരിച്ച്. ഞാൻ ഇങ്ങനെ കേട്ടു, ഈ അക്യുപഞ്ചറിൽ കിടത്തി ചികിത്സയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക്. അത് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള സംവിധാനമാണ്. അത് എങ്ങനെയാന്ന് വെച്ചാല് അക്യുപഞ്ചർ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ട്രീറ്റ്മെന്റ് പറഞ്ഞല്ലോ, അപ്പോൾ അവരുടെ പൾസ് നോക്കി ഈ അവസ്ഥയിലേക്ക് അവരെത്താനുള്ള കാരണമുണ്ട്. ആ കാരണം വരാണ്ടായ കാരണം സാർ നേരത്തെ പറഞ്ഞത്, പിന്നെ ഒരു അസുഖത്തിന് എന്താ കാരണം നോക്കും, ഇനി ആ കാരണം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാരണമുണ്ട്. അപ്പോ അത് അവരുടെ തെറ്റായ ജീവിത രീതിയാവാം, ഭക്ഷണശീലങ്ങളാവാം. ഒരു രോഗം വരുന്നത് എങ്ങനെ, ഏതൊരു വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും ചിന്തിക്കാമല്ലോ. നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ രോഗികളല്ല. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ആ ഒരു ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിൽ അത്ര തന്നെ രോഗികളല്ല. പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ രോഗികളും മഹാരോഗികളായിട്ട് മാറുന്നു. അത് നമ്മളുടെ ശീലങ്ങളാണ്. ഇന്ന് സമൂഹത്തിൽ എല്ലാവരും രോഗികളാകുന്നത് അവരെ മുന്നിലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന അതേ ഒരു ശൈലി പിന്തുടരുന്നുകൊണ്ടാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രോഗമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഹോസ്പിറ്റലിനെയോ ആശ്രയിക്കുന്നില്ല, ഒരു മരുന്നിനെയോ ആശ്രയിക്കുന്നില്ല. ഒരു 10-12 വർഷത്തോളായിട്ട് ധൈര്യമുണ്ട്. അതായത് കുട്ടികൾക്കായാലും ഭാര്യക്കായാലും എനിക്കായാലും മരുന്നിൻ്റെ ആവശ്യമില്ല. ഒരു രോഗം എന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. ഒരു ഫാക്ട് എങ്ങനെയാന്ന് വെച്ചാല്, ഒരു ആളുടെ ഇൻകം ഷെയർ ചെയ്യുന്നതിൽ പ്രധാന ഘടകം ഒരു മാസത്തിൽ ഇത്ര % ഹോസ്പിറ്റലിൽ പോകുന്നുള്ളതാണ്. അതെ. ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ സമ്പാദ്യത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്നു. എന്നെ സംബന്ധിച്ച് 0 ആണ് അതിൽ. ആ ഫീൽഡിലേക്ക് പൈസ വേണ്ടില്ല. ഇത് എനിക്ക് മാത്രമല്ല, ധാരാളം ഈ രംഗത്തുള്ള ആളുകൾക്ക്. അപ്പൊ ഇനി അത് ചോദിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാണ്ട്. ഒന്ന്, പിന്നെ അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ രീതികളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ വെന്നൂരാണുള്ളത്. ഇപ്പൊ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് തോന്നും ഇപ്പൊ ഈ വേദന ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതിന് ചികിത്സ ഉണ്ടോ എന്ന് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല.
ഏത് ചികിത്സക്കും ഇവിടെ അക്യുപങ്ചറിൽ ഏത് രോഗത്തിനും ഏത് രോഗത്തിനും ചികിത്സ ഉണ്ട്. അപ്പൊ ഇന്നതിന് ചികിത്സ ഉണ്ട്, ഞാൻ വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരാള് അസുഖമുള്ള ആളുകൾക്ക് ഈ അക്യുപങ്ചർ ഒന്ന് ചെയ്തു നോക്കണം എന്നുണ്ടെങ്കിൽ അതിന് എവിടെയാണ് ഇപ്പൊ സൗകര്യം കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് എങ്ങനെയാണ് കേരളത്തില് ധാരാളം അക്യുപഞ്ചർ ക്ലിനിക്കുകളുണ്ട്. ഇപ്പോ അതൊക്കെ ഞാനിപ്പോ സാറുടെ രൂപങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ ഞാൻ ചെയ്യുന്നത് വെന്നിയൂരിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞല്ലോ, അന്ന് ക്യാമ്പ് നടത്തിയ സംഭവം. അന്ന് ഞാൻ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ക്ലിനിക്കില് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ സ്കൂളിലാണ്. പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു, ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ എന്നെ തന്നെ പ്രതീക്ഷിച്ചിട്ട് വന്നിരുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഒഴിവാകുന്നത്. സ്കൂൾ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ട് ഈ ഫീൽഡിലേക്ക് മാറുന്നു. റിസൈൻ ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഈ ഫീൽഡിലേക്ക് മാറി. ഈ ഫീൽഡിലേക്ക് മാറിയതിന് ശേഷം വെന്നിയൂരിൽ തന്നെയാണ് ക്ലിനിക്കുള്ളത്. പിന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെന്നിയൂരിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, ചികിത്സക്ക് വരും, അക്യുപഞ്ചർ ചികിത്സക്ക്. ചിലപ്പോൾ വെന്നിയൂർ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാൽ ഒരാൾക്ക് രോഗം മാറി അവരുടെ ബന്ധുക്കളോ മറ്റുള്ള ആളുകളോ അറിഞ്ഞിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. ഈ വരുന്ന ആളുകൾ കുറേ ആയിട്ട് അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്, ഞങ്ങളെ ഭാഗത്തും ഒരു ക്ലിനിക്ക് ഇട്ടാൽ നന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദവനാട് കാട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഇട്ടു. ഇപ്പൊ 7 വർഷമായി. അത് ഇപ്പോഴും നിലവിലുണ്ട്. അവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് പോവാം, ആദവനാട് കാട്ടിലങ്ങാടി. ഇപ്പൊ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അത് പുതിയൊരു സ്ഥലത്തേക്ക്, കാട്ടിലങ്ങാടിയിൽ തന്നെ ഒരു സ്ഥലത്തേക്ക്, ആ കാട്ടിലങ്ങാടി തങ്ങൾപ്പടി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഒന്ന് മാറ്റി. അതേപോലെ തന്നെ ചാലിയം, കോഴിക്കോട് പറയാം, ചാലിയത്ത് ഇതേപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരുപാട് കടപ്പുറത്തുള്ള ആൾക്കാർ അവരെൻ്റെ ചികിത്സക്ക് വന്ന് അവർക്കുണ്ടായിരുന്ന പല പ്രയാസങ്ങൾ മാറ്റിയെടുത്തപ്പോൾ അവരും പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് വരണം. അങ്ങനെ ഞാൻ അവിടെ ഒരു ക്ലിനിക്ക് സ്ഥാപിച്ചു അവരുടെ സഹായത്താൽ. അത് പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇപ്പം അത് കോഴിക്കോടാണത്. എല്ലാ വ്യാഴാഴ്ചയും കോഴിക്കോട് ഞാനുണ്ടാവും. കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള കാക്കൂര്. അവിടെ വ്യാഴാഴ്ച ഒരു 9 മുതൽ 2 മണി വരെ അവിടെ ചികിത്സിക്കും. ആദവനാട് കാട്ടിലങ്ങാടിയിൽ തങ്ങൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ തിങ്കളാഴ്ചയും ചികിത്സിക്കും. ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വെന്നിയൂരിലാണ്, ടൗണിൽ തന്നെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അതൊന്ന് വേറെ ഒക്കെ ചോദിക്കട്ടെ, ഇപ്പോ ഇതിങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് തോന്നും, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ചികിത്സ ക്യാമ്പ് നമ്മുടെ നാട്ടിൽ നടത്തിയാലോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഉദാഹരണത്തിന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കാറുണ്ട്. അതായത് മെയിനായിട്ട് നടക്കുന്നത്, ഞാൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്, അക്യുപഞ്ചർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നേരത്തെ ഞാൻ എൻ്റെ നാട്ടിലൊരു ക്യാമ്പ് നടത്തിയതുപോലെ അവരും അവരുടെ നാടുകളിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കും. അതിലവരെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന നിലയിൽ ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കാറുള്ളത്. അങ്ങനെ ആയിരക്കണക്കിന് ക്യാമ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ഇത് ചോദിക്കൽ നിർബന്ധമാണ്. കുറെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് ഇതൊരു പ്രൊഫഷൻ ആക്കിയിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ കോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇപ്പൊ സാറ് പറയുകയും ചെയ്തു. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അത് ആർക്കാണ് അതിൽ ജോയിൻ ചെയ്യാൻ കഴിയുക? എപ്പോഴാണ് ഇതിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുക? ഈ സമയത്ത് അത് വളരെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഗവൺമെന്റ് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനം കൊണ്ടുവന്നിട്ടില്ല. ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു കർശനമായിട്ടുള്ളൊരു രൂപരേഖ കൊണ്ടുവന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഒരു കൗൺസിൽ, എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിനും ഓരോ കൗൺസിലുണ്ട്. കേരളത്തിൽ അക്യുപഞ്ചറിന് കൗൺസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇതിൻ്റെ കോഴ്സുകൾ കൊടുക്കുക ചെയ്യുന്നു. അത് കോഴ്സുകൾ കൊടുക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയുമായിട്ട് അഫിലിയേഷൻ ചെയ്തിട്ടാണ് കോഴ്സുകൾ. അതായത് അപ്പൊ ഇത് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അംഗീകാരം കൊടുക്കുന്നത് ഇപ്പോ ഭാരത് സേവക് സമാജ്, അങ്ങനെ അംഗീകാരത്തോട് കൂടെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ ഒരു സിസ്റ്റമാണ് അത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ആ കോഴ്സ് കഴിഞ്ഞാൽ, അതായത് 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്. അത് SSLC +2 പാസ്സായിട്ടുള്ള, +2 സയൻസ് വേണമെന്നില്ല, SSLC +2 മതി. അത് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഇത് പഠിക്കാം. ഇതിന് പ്രായപരിധി ഇല്ല. ഇപ്പൊ ഇവിടെ കോഴ്സ് നടക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ അറിയാം. 70 വയസ്സായ ആളുകളുണ്ട്, നേരെ മറിച്ച് +2 കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, പല രീതിയിൽ. അതുപോലെ തന്നെ
ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, അച്ഛനും മകളും കൂടി ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ബ്രദർ ആൻഡ് സിസ്റ്റർ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രായഭേദമന്യേ അതുപോലെ തന്നെ ആണിനും പെണ്ണിനൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. ഇത് +2 കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമ കോഴ്സ് ചെയ്യാം. 1 വർഷത്തെ കോഴ്സാണ്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ല രീതിയിൽ അവർക്ക് ചികിത്സ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇപ്പം നമ്മൾ ഡിഗ്രി കോഴ്സുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതൊരു മെഡിക്കൽ കോഴ്സുകളൊക്കെ 4.5 വർഷമാണ്. ഇപ്പോൾ MBBS ആവട്ടെ, BUMS ആവട്ടെ, മറ്റ് എല്ലാ കോഴ്സുകളും 4.5 വർഷത്തെ കോഴ്സാണ്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ 4.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ ആളുകളെയാണ് ആവശ്യം. ഏറ്റവും ചുരുങ്ങിയത് 4.5 വർഷത്തെ കോഴ്സ് വേണമെന്ന് അവിടെ പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കോഴ്സ് ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 4.5 വർഷത്തെ ഡിഗ്രി കോഴ്സ്, അത് ഈ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് തുടർ പഠനം എന്നുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാഡമി നൽകുന്നുണ്ട്. നമ്മുടെ സ്ഥാപനം കോഴ്സുകൾ കൊടുക്കുന്നത് ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാഡമി എന്ന പേരിലാണ് ആ സ്ഥാപനം അറിയപ്പെടുന്നത്. ക്ലിനിക്ക് അക്കസ് അക്യുപഞ്ചർ എന്നുള്ള ആ പേരിലാണ് നേരത്തെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ അഡ്മിഷൻ എടുക്കാൻ ഇപ്പൊ താഴെ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കാൻ പറ്റും. എനിക്ക് ഒന്നും കൂടെ അറിയേണ്ടത് നമ്മുടെ കോഴ്സിനെ കുറിച്ച്. കാരണം നമ്മളൊക്കെ ഈ കരിയർ രംഗത്ത് കൂടെ ഉണ്ടാവുന്നത് കാരണം പലരും നമുക്ക് ചോദിക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് പറയാലോ. അപ്പൊ ഈ +2 കഴിഞ്ഞ ഒരാൾക്ക് അവരുടെ ഫ്യൂച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോ മാത്രല്ല ഇത് വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റും. സാധാരണ ഇപ്പം നമ്മളുടെ MLT, ഇങ്ങനെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, അല്ലെങ്കിൽ എക്സ്റേന്റെ കോഴ്സ്, മറ്റ് പല പിന്നെ കണ്ണടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ കോഴ്സുകളുണ്ട് പലതരത്തിലുള്ള. അവക്കൊക്കെ നല്ല കാശ് ചെലവാകുന്നുണ്ട്, ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അവർ പഠിക്കുന്നത്. എന്നാൽ ഈ കോഴ്സ് വെറും കുറഞ്ഞ സംഖ്യക്ക്, വെറും ഒരു 40,000-30,000 രൂപക്ക് 1 വർഷത്തെ കോഴ്സ് ചെയ്യാൻ പറ്റും. വളരെ ചെലവ് കുറവാണ് അവർക്ക് പഠിക്കുന്നതിന്. മാത്രമല്ല പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപകാരമാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനും ചികിത്സിക്കാൻ സാധിക്കും. കാരണം അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ല. ഒരു ഡയബറ്റോളജിസ്റ്റെന്നോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റെന്നോ. ഇവർ ഡയബറ്റോളജിസ്റ്റും ആയിരിക്കും, ന്യൂറോളജിസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ കണ്ണിൻ്റെ രോഗത്തിന് അവർക്ക് ചികിത്സിക്കാൻ പറ്റും. ചെവിയുടെ ENT അത് ചെയ്യാൻ പറ്റും. സ്കിൻ ഡെർമറ്റോളജിസ്റ്റ് ആവാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. കാരണം അക്യുപഞ്ചറിൻ്റെ ഒരു രീതി ആ രീതിയിലാണ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണിത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലല്ല മനുഷ്യരെ ഒന്നായിട്ട് കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണുന്ന ഒരു ശരീരം മാത്രമല്ല, അതിലൊരു ജീവനുണ്ട്, ഒരു ആത്മാവുണ്ട്, ഒരു മനസ്സുണ്ട്, ഈ കാണുന്ന ശരീരമുണ്ട്. ഇതിനെല്ലാം കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പഠനം. ഞാൻ ഏതായിരുന്നാലും നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയാനുണ്ട്. നിങ്ങൾ ഇത്രയും നേരം സംസാരം ഇങ്ങനെ കേട്ടിരിക്കുകയാണ് പലതും. സ്വാഭാവികമായിട്ടും വീഡിയോ പലതും കാണും, പക്ഷെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെ തന്നെ ഇത് കേൾക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് ആ ലെവൽക്ക്. കാരണം നിങ്ങൾ ഒരു ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു. ഞാൻ ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിച്ച ഡെയിലി റുട്ടീൻസ് ഉൾപ്പെടെ ഉള്ള സംഗതികളെല്ലാം കൂടെ ഒന്ന്. അത് നേരത്തെ നമ്മുടെ സംസാരത്തിൽ വന്നതായിരുന്നു, പെട്ടെന്ന് സ്കിപ്പായി പോയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, രോഗം വരാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. ഇപ്പോൾ മുട്ടുവേദന ഉണ്ടെങ്കിൽ ആ മുട്ടുവേദനയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം അത് അവരുടെ തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് അക്യുപഞ്ചർ പറയുന്നുണ്ട്, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള രീതി അനുസരിച്ച്. പിന്നെ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളതാണ് പാലിക്കുന്നത്. നമ്മൾ രോഗികളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സിസ്റ്റത്തിലുള്ള ആളുകളോട് പറയാറുണ്ട്, അക്യുപഞ്ചറിസ്റ്റുകൾ രോഗികളല്ല. മറ്റേത് സിസ്റ്റത്തിൻ്റെ ആളുകളും ചികിത്സകർ രോഗികളായിരിക്കും. ഒരു ഡയബറ്റോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഡയബറ്റിക് ആയിരിക്കും. അയാൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ മറ്റുള്ള ആളുകൾക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത്. അയാളല്ലെങ്കിൽ അയാളുടെ ഫാമിലി, അയാളുടെ അച്ഛനോ അമ്മയോ മറ്റ് സിസ്റ്ററോ ആരെങ്കിലും ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. നേരെ മറിച്ച് അക്യുപഞ്ചറിസ്റ്റുകൾ 90% ആളുകൾ രോഗമില്ലാതെ ജീവിക്കുന്നുണ്ട്. അതിനുള്ള അവരെ പ്രാപ്തമാക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. അക്യുപഞ്ചറിൽ അതിന് 4G എന്ന് പറയും, 4 ഗോൾഡൻ റൂൾസ് ഓഫ് ഹെൽത്തി ലൈഫ്. 4G, നമ്മളെ 5G കാലമാണല്ലോ, 4G എന്ന് പറയും. അതിൽ സിമ്പിളാണത്. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ആണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ മനുഷ്യരെ രോഗികളാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ശരിയല്ലാത്ത രീതിയിലുള്ള ഭക്ഷണശീലമാണ്. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് വളരെ ചുരുക്കി പറയാം. അക്യുപഞ്ചറിൽ പറയുന്നത് എന്ത് കഴിക്കണം,
എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം. എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ വിശക്കുമ്പോൾ മാത്രം. അഡ്വാൻസ് ആയിട്ട് കഴിച്ചു വെക്കരുത്. വിശക്കുമ്പോൾ മാത്രം. ഇപ്പൊ നമ്മളൊരു യന്ത്രത്തെ പോലെ ഒരിക്കലും ശരീരത്തെ കാണരുത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ വയനാട് പോകണം, അവിടെ പെട്രോൾ പമ്പ് ഒന്നുമില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം, എണ്ണ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെയല്ല ശരീരം. ജീവശരീരമാണ്, യന്ത്രമല്ല. അതുകൊണ്ട് തന്നെ അതിന് വിശപ്പ് വരുമ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പൊ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, വിശപ്പ് തീർന്നാൽ നിർത്തുക. അതാണ് എത്ര കഴിക്കണം എന്നുള്ളത്. വയറ് നിറയെ എന്നുള്ളതല്ല, മറിച്ച് വിശപ്പ് തീർന്നാൽ ഭക്ഷണം അവസാനിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, നല്ല ഭക്ഷണങ്ങൾ ഏതും കഴിക്കാം, പഥ്യങ്ങളില്ല. അതായത് ഇപ്പോൾ പൊതുവെ ആളുകൾ പറയും അത് ഭക്ഷണങ്ങൾ കഠിന നിയന്ത്രണം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് രോഗം മാറുന്നത്. അങ്ങനെയല്ല. ഇറച്ചി കഴിക്കുക, മീന് കഴിക്കുക, മുട്ട കഴിക്കാം. ഹൃദയ രോഗികൾക്ക്, കൊളസ്ട്രോൾ രോഗികൾക്ക് മുട്ടയുടെ മഞ്ഞ കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് മധുരം കഴിക്കുക എന്നുള്ളത്. തേന് കൊടുക്കുക, ഏറ്റവും നല്ല മധുരം തേനാണല്ലോ. ഈത്തപ്പഴം കഴിക്കാം. അതേപോലെ തന്നെ പ്രഷർ രോഗികൾക്ക് ഉപ്പ് കഴിക്കാം. ഉപ്പില്ലാത്ത ഭക്ഷണത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നാച്ചുറോപ്പതിയിലൊക്കെ ഉപ്പ് തീരെ കഴിക്കരുത് എന്ന് പറയാം. അപ്പൊ ഇതിൽ അങ്ങനെയുള്ള പഥ്യങ്ങളൊന്നുമില്ല. എല്ലാ ഭക്ഷണങ്ങളും നല്ലതായിട്ടുള്ള ഏതും കഴിക്കാം. ഇതാണ് എന്ത് കഴിക്കണം എന്നുള്ളത്. എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ച്, ഭക്ഷണത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച്, ഭക്ഷണത്തിന്റെ രുചി, അതിൻ്റെ ആ ഒരു ഭംഗി, അത് എന്താണ് എന്നൊക്കെ കണ്ട് ആസ്വദിച്ച് അതിൽ തന്നെ ശ്രദ്ധിച്ച് കഴിക്കണം എന്നതാണ്. ഇതാണ് ഭക്ഷണത്തിലുള്ളത്. രണ്ടാമത്തെ വെള്ളമാണ്. പിന്നെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ അതാണല്ലോ. അതില് വെള്ളം ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം, തിളപ്പിച്ചാറിയത് കുടിക്കണ്ട. അതായത് വെള്ളത്തിന് ഒരു എനർജി ഉണ്ട്, വെള്ളത്തിന് ജീവനുണ്ട്. വെള്ളം, അത് പല പഠനങ്ങളും അതിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംഗീതമുള്ള റൂമിൽ വെച്ച വെള്ളത്തിനുള്ള വ്യത്യാസം, അതേപോലെ തന്നെ പല കോലാഹലങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് വെച്ച വെള്ളത്തിനുള്ള വ്യത്യാസം, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടന്നിട്ടുണ്ട്. അതിനെ ക്രിസ്റ്റൽ രൂപത്തിലാക്കുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ. വെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ആ എനർജി ഇത് ചൂടാക്കലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ഒരു സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ശരിക്കുള്ള ഒരു എനർജി നഷ്ടപ്പെടും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഇട്ടുപോയ ചത്തുപോകും. ഇപ്പം നമ്മുടെ പാടത്തെ മീന്, മത്സ്യം, അത് തിളപ്പിച്ചാറിയ ശരിയായിട്ടുള്ള വെള്ളം തന്നെയാണ്. തിളപ്പിച്ചാറിയത് മത്സ്യത്തിന് അറിയില്ല, പക്ഷെ മത്സ്യത്തിന് ഇട്ടാൽ ചത്തുപോകും. അപ്പൊ എന്തോ ഒന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല വെള്ളം കുടിക്കണം. ഇനി ഏതെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളതല്ല. മിനറൽ വാട്ടർ നല്ലതല്ല, അത് ശരിയായിട്ടുള്ള വെള്ളമല്ല. വെള്ളത്തിന്റെ എനർജി ശരിക്കും, അതായത് വെള്ളം എന്നത് പറഞ്ഞാൽ അതിൻ്റെ രുചിയിലോ നിറത്തിലോ മണത്തിലോ വ്യത്യാസം വരാൻ പാടില്ല. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, പഠിക്കുന്നതാണ്, മതപരമായിട്ടുള്ള മദർസ് എന്നൊക്കെ പഠിക്കുന്നതാണ്. മിനറൽ വാട്ടറിന്റെ രുചിയിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്, സ്മെല്ലിൽ വരെ വ്യത്യാസമുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള വെള്ളമല്ല, ശുദ്ധമായിട്ടുള്ള വെള്ളം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നല്ല വെള്ളം കുടിക്കുക, ചീത്ത വെള്ളം കുടിക്കരുത്. ചീത്ത വെള്ളം കുടിച്ചാൽ രോഗങ്ങൾ വരാം. മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ വെള്ളത്തിലൂടെ വരാം, വെള്ളം ചീത്തയായി കഴിഞ്ഞാൽ. അപ്പൊ നല്ല ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നുള്ളൊരു മറ്റുള്ള സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസമാകുന്നത് ആവശ്യത്തിനനുസരിച്ച് കുടിക്കാൻ പാടുള്ളൂ. ഇന്ന് എല്ലാവരും, നിങ്ങളടക്കം ചിലപ്പോൾ വിശ്വസിക്കുന്നത് വെള്ളം ധാരാളം കുടിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. കുട്ടികളോടൊക്കെ നമ്മൾ അതാണ് നിർദ്ദേശിക്കാറുള്ളത്. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. കാരണം അമിതമായിട്ട് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് വെള്ളമാണെന്നുണ്ടെങ്കിലും നല്ല നമ്മളുടെ വീട്ടിലുണ്ടായ നാച്ചുറലായിട്ട് ജൈവ വളങ്ങളിട്ടുണ്ടാക്കി കൊടുത്ത ചക്കയായാലും മാങ്ങയായാലും അമിതമായിട്ട് കഴിച്ചാൽ രോഗിയാവും. പരിധി വേണം. വെള്ളത്തിലും ആ കണ്ടീഷൻ ഉണ്ട്. അതായത് ദാഹത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ എങ്ങനെ കണക്കാക്കും? ദാഹത്തിനനുസരിച്ച് കുടിക്കും. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം വിശക്കുമ്പോ കഴിക്കാന്ന്. അതുപോലെ ഞാനൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാഹിക്കരുത്, അതിന്റെ മുമ്പ് കുടിക്കണം എന്നാണ്. അപ്പൊ അത് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. കാരണം ശരീരം ആവശ്യത്തിനനുസരിച്ച് ചോദിക്കും. എല്ലാ കാര്യങ്ങളും ശരീരം നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുന്നില്ല എന്ന് മാത്രം. നമ്മളിപ്പോ മൂത്രമൊഴിക്കുക, ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുന്നില്ല? ശരീരം നമ്മളുടെ അത് പറയുന്നില്ല. ശരീരം പറയുമ്പോൾ നമ്മൾ മൂത്രമൊഴിക്കും. ഇതേപോലെ വെള്ളം വേണമെന്ന് ശരീരം പറയില്ലേ? ടോയ്ലറ്റിൽ പോകാനുണ്ട് എന്നുള്ളത് ശരീരം പറയൂലേ?
ഇനി കൂടുതൽ ടോയ്ലറ്റിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കണോ? കൂടുതൽ മൂത്രം ഒഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വെള്ളം കുടിക്കണോ? മറിച്ച് എത്രത്തോളം ദാഹമുണ്ട് അതിനനുസരിച്ച് കുടിക്കും. ഒരു മനുഷ്യന് ഇത്ര വെള്ളം എന്നുള്ളത് കണക്കാക്കാൻ കഴിയില്ല. ഒരുപാട് ഉദാഹരണങ്ങളോട് പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വെയിലത്ത് നന്നായിട്ട് ജോലി ചെയ്യാണ്, ഞാനിവിടെ ഉള്ളിലിരുന്ന് ജോലി ചെയ്യാണ്, വെള്ളത്തിൽ വ്യത്യാസം വരും. അതെ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ഇന്ന് ബിരിയാണിയാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ സാധാ ചോറാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ദാഹത്തിന് വ്യത്യാസം വരും. സ്വാഭാവികം. പിന്നെ കാലാവസ്ഥക്ക് അനുസരിച്ച്. ഇപ്പോ നമുക്കറിയാലോ നല്ല വെള്ളം വേണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ മിനറൽ വാട്ടർ ആണ് ഇപ്പൊ നമ്മളൊക്കെ പ്രധാന പരിപാടി. അത് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോവാം. അറിവുകളാണല്ലോ നമ്മുടെ ചിന്തയാണ് ആ രൂപത്തിലാണ്. നമ്മൾ വിചാരിക്കുന്നത് മിനറൽ വാട്ടർ ഏറ്റവും സേഫ് എന്നാണ് വിചാരിക്കുന്നത്. അത് കാരണം രാവിലെ എടുക്കുന്നു, അങ്ങനെയാണ്. പിന്നെ അത് പ്ലാസ്റ്റിക്കിലും അല്ലേ, പ്ലാസ്റ്റിക്കിൽ കുറേ സമയം. പിന്നെ ആ വെള്ളം എത്രത്തോളം ശുദ്ധമാണ്, എവിടെ നിന്നാണ് അത് എടുക്കുന്നത്, അതിനൊക്കെ നമ്മൾ രണ്ട് രീതിയിൽ പറയാനുണ്ട്. കച്ചവട ഭക്ഷണം എന്ന് പറയും. ഭക്ഷണങ്ങൾ രണ്ട് രീതിയിലുണ്ട്. അത് കച്ചവടത്തിലെ ലാഭം മാത്രമാണ് എന്ത് ചെയ്യുക, അത് കുടിക്കുന്ന ആളുടെ അല്ലെങ്കിൽ കഴിക്കുന്ന ആളുടെ ആരോഗ്യത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവർ ശ്രദ്ധിക്കൂല. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് നിങ്ങൾ ഭക്ഷണം. അതുപോലെ വെള്ളത്തിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ. അതുപോലെ തന്നെ വിശ്രമം. ഞാനത് ചോദിക്കാൻ വന്നത്, ഉറക്കം എങ്ങനെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4Gയിൽ പെട്ടതാണ് ഉറക്കം എന്നുള്ളത്. അതായത് വിശ്രമം. ഇപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരല്പസമയം സംസാരിക്കാതിരിക്കലാണ് വിശ്രമം. തുടർച്ചയായിട്ട് ജോലി ചെയ്താൽ എന്തെന്നാലും രോഗിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് പല ആളുകളെ കാണാം, അവർ നന്നായിട്ട് അധ്വാനിച്ചിരുന്ന വ്യക്തിയായിരിക്കും, നന്നായിട്ട് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട്, പക്ഷെ അവർക്ക് കൂടുതൽ കാലം അധ്വാനിക്കാൻ കഴിയില്ല. കാരണം വിശ്രമമില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് അവർ രോഗികളായിട്ട് മാറും. വിശ്രമം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ തന്നെയാണ് ഉറക്കം. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഉറക്കം. ഇന്നത്തെ അവസ്ഥ നമുക്കറിയാലോ, രാത്രികളെ പകൽ പോലെയാക്കിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അക്യുപഞ്ചർ പറയുന്നത് രാത്രി പൂർണ്ണമായിട്ടും ഉറക്കിന് വേണ്ടി ജോലി ചെയ്യാനേ പാടില്ല. മാത്രമല്ല രാത്രി ഒരു ജോലിയും പാടില്ല എന്നാണ് പറയുന്നത്. രാത്രി ഫുൾ എന്തിനു വേണ്ടി? വിശ്രമത്തിന് വേണ്ടി. കാരണം രാത്രിയുടെ ആ കുളിര്, ആ ഇരുട്ട്, ഇത് പ്രകൃതിപരമായിട്ട് നമ്മളെ അറിയിക്കുന്നത് ഉറക്കിന് വേണ്ടിയുള്ളതാണ്. ആ സമയത്ത് ഒരിക്കലും ഒരു തരത്തിലുള്ള ജോലിയും പാടില്ല എന്നാണ് അക്യുപഞ്ചർ പറയുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് കൂടുതൽ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ളത് ഇന്നത്തെ കാലത്ത്, നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. പക്ഷെ അത് നിർബന്ധമാണ്. ഇപ്പം നമ്മളുടെ നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ അഡ്മിറ്റ് ആയിട്ടുള്ള ചികിത്സയിലും അവർക്ക് വലിയ പ്രത്യേകമായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതല്ല. ഈ ശീലങ്ങൾ ഇത് വീട്ടിൽ നിന്ന് അവർക്ക് കഴിയില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണം. ഇപ്പോഴത്തെ ഭക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കഴിക്കണം അക്യുപഞ്ചർ പറയുന്നുണ്ട്. ഇപ്പം രാവിലെയും അരിഭക്ഷണം, ഉച്ചക്കും അരിഭക്ഷണം, രാത്രി അരിഭക്ഷണം, ഇതാണ് അധിക ആളുകളും. അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അക്യുപഞ്ചറിലുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്റ്റൈലുകൾ നേരത്തെ പറഞ്ഞു, വെള്ളം കുടിയുടെ കാര്യങ്ങൾ, രാത്രി വിശ്രമത്തിന്റെ കാര്യങ്ങൾ, ഇത് ഇവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ അഡ്മിറ്റ് ചികിത്സ കാണിച്ചു കൊടുക്കുക. ആ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുമ്പോൾ അക്യുപഞ്ചർ ചികിത്സക്ക് ആഴ്ചയിൽ ഒരിക്കലേ വരേണ്ടതുള്ളൂ. സാധാരണ ക്ലിനിക്കിലൊക്കെ എല്ലാ ദിവസവും വരണ്ട. പക്ഷേ അങ്ങനെ മാറാത്ത രോഗികൾ ഒരു 10 ദിവസം ഇവിടെ താമസിച്ച് ചികിത്സിക്കുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് മാറുന്നില്ല. എല്ലാ രോഗങ്ങളും, അതിൻ്റെ രോഗങ്ങളൊന്നുമില്ല. പ്രമേഹം ജീവിതശൈലി രോഗമാണ്, പ്രഷർ, കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് സുഖപ്പെടുന്നുണ്ട്. അവർക്ക് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന അത്തരം അസുഖങ്ങൾക്ക് ഈ ചികിത്സയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മരുന്നില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. അത് പറയുമ്പോൾ പിന്നെ ഇനി വേണ്ടത്, ചിലരൊക്കെ പറയും ഞാൻ ദിവസവും 2 മണിക്കൂർ എക്സസൈസ് ചെയ്യും എന്ന്. അതിന്റെ ശരി എനിക്കറിയില്ല. അപ്പൊ നമുക്ക് പാവം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്തിട്ട് ഭയങ്കര അധ്വാനം നടത്തിയിട്ട് വരുന്നതാണ്. അത് എത്രമാത്രം കഠിനമായി. അപ്പൊ ഞാൻ കരുതും ഇങ്ങനെ അധ്വാനിക്കുന്നത് അപകടമില്ല എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ആ റിസ്ക് എടുത്തിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ ആ എക്സസൈസിനെ കുറിച്ച് നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് നേരത്തെ പറഞ്ഞ രീതി, എന്തും അമിതമായാൽ ആപത്താണ്. അത് ഭക്ഷണമായാലും വെള്ളമായാലും ഉറക്കായാലും ജോലിയായാലും നിയന്ത്രണം വേണം. ചില ആളുകൾ തീരെ വ്യായാമം ചെയ്യാത്ത ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ വെറും വ്യായാമം, അത് അവർക്ക് അപകടം ഉണ്ടാക്കും. മിതമായ രീതിയിലുള്ള വ്യായാമം ഇത് എപ്പോഴും മനുഷ്യന് ആവശ്യം. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് വ്യായാമം ആവശ്യമായിട്ട് വരുന്നു. ഇപ്പൊ പഴയ കാലത്ത് അക്യുപഞ്ചറിലൊന്നും വ്യായാമത്തെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല.
കാരണം സ്വാഭാവികമായിട്ട് അക്യുപഞ്ചർ 8000 വർഷത്തോളം പഴക്കമുള്ള ഒരു ചികിത്സയാണ്. അന്ന് ഇന്നത്തെ പോലുള്ള മിഷനറികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് വ്യായാമത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അന്ന് എല്ലാവരും അധ്വാനിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. കുറച്ച് മുമ്പ് തന്നെ നമുക്കറിയാലോ നടത്തം നന്നായിട്ടുണ്ടായിരുന്നു, ഇന്ന് നടത്തമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ രോഗികളോട് വ്യായാമത്തിന്റെ പ്രാധാന്യം പറയാറുണ്ട്. മാത്രമല്ല വ്യായാമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുംഫു പോലുള്ള. അതുപോലെ തന്നെ ഈ യോഗ പരിപാടികളുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്ക് എല്ലാ ദിവസവും രാവിലെ വ്യായാമമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, വെന്നീർ സ്കൂൾ ഗ്രൗണ്ടിൽ. അവിടെ MEX7 മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ പ്രഭാതത്തിലുള്ള ഒരു വ്യായാമം, അതിൽ ഏകദേശം ഒരു 100 ആളുകളോളം ആളുകൾ വരുന്നുണ്ട്. ഡെയിലി വരും. ഡെയിലി 6 മണിക്ക് തുടങ്ങിയിട്ട് 6:30 അവസാനിക്കും. ഞാൻ അതിന് നേതൃത്വം കൊടുക്കാൻ പോകാറുണ്ട്. ഞാൻ അതിന്റെ ചീഫ് ട്രെയിനറാണ് വെന്നീർ യൂണിറ്റിന്റെ. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അതൊരു സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് മിലിറ്ററി അദ്ദേഹം സ്ഥാപിച്ച ഒരു സംവിധാനം. സംഭവമുണ്ട്. പല നിങ്ങളുടെ നാട്ടിൽ അത് തുടങ്ങാൻ പറ്റും. ഒരു എക്സ്പെൻസും ഇല്ല, അതിൽ പ്രത്യേക കാശൊന്നും വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ട്. ആ നാടിന്റെ ഒരു സൗഹൃദം, ഒരു പ്രഭാത സമയത്ത് തന്നെ കുറച്ച് ആളുകൾ കണ്ടുമുട്ടുന്നു. പരസ്പരം ചിലപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ കാണാത്തവരായിരിക്കും, മിണ്ടാത്തവരായിരിക്കും. പക്ഷെ അവിടെ എത്തിയാൽ എല്ലാവരും ഒരേപോലെ കൈ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പിരിയുന്നത്. 1/2 മണിക്കൂർ കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമം കിട്ടുന്ന ഒരു സംവിധാനം. അപ്പൊ ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ വ്യായാമം ആവശ്യമാണ്. ഈ കാര്യം അമിതമായിട്ട് കുറെ നടന്നിട്ട് കാര്യമില്ല, ഓടിയിട്ട് കാര്യമില്ല. എന്നാൽ സിമ്പിളായിട്ട് ശരീരത്തിന് എല്ലാ ഭാഗങ്ങൾക്കും കിട്ടുന്ന രീതിയിലുള്ള വ്യായാമം വേണം. പക്ഷേ അധികം ആളുകളും നന്നായിട്ട് വ്യായാമം ചെയ്തിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഉറക്കത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കില്ല, വെള്ളം കുടിയുടെ കാര്യം ശ്രദ്ധിക്കില്ല, ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കില്ല. വ്യായാമം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ വരെ ആലോചിക്കുന്ന ആളുകളുണ്ട്. നന്നായിട്ട് ഇളകി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഈ കാര്യത്തിന്റെ കൂടെ അതുകൂടി ശ്രദ്ധിക്കണം മാത്രം. വ്യായാമത്തിന്റെ കൂടെ ഭക്ഷണത്തിന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഇതായിരുന്നാലും ഒരു വലിയ സമയമാണ് നമ്മുടെ റഫീഖ് സാറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിച്ചു. പലതും പറയുമ്പോൾ ഞാൻ ഇടയിൽ കയറി ബ്ലോക്ക് ചെയ്യിപ്പിച്ചിരുന്നു. അത് ഈ ഒരു സംവിധാനത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലോ, കാരണം ഇത്ര സമയമാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിപ്പോ ലാസ്റ്റ് പറഞ്ഞു 8000 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ രീതി, ഇത് ജനങ്ങളിലേക്ക് എത്തണം. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മരുന്നുകളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും വേണ്ടത് ഈ ഒരു ചികിത്സാ സമ്പ്രദായം നമ്മൾ പലരിലേക്കും എത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠനം ഉയരങ്ങളിലേക്ക് പഠിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരും +2 കഴിഞ്ഞാൽ ഈ രംഗത്തേക്ക് വരാനും അതിൻ്റെ എല്ലാം ഒഫീഷ്യലായിട്ട് അത് പഠനം നടത്തി അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു പ്രചാരകരായി മാറണം എന്നാണ് അറിയിക്കാനുള്ളത്. അവസാനം നമ്മുടെ റഫീഖ് സാറ് എങ്ങനെ അവസാനിപ്പിക്കുന്നു നമ്മുടെ വീഡിയോ? ഓക്കെ, ഈ ഒരു ചികിത്സാ സംവിധാനം ഞാനിത് ആഗ്രഹിക്കുന്നത്, ഞാനിത് പഠിച്ചു മനസ്സിലാക്കി ഇത് സത്യമാണെന്ന് ഉൾക്കൊണ്ടു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഇതുകൊണ്ട് മാറ്റം വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചികിത്സാ രീതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗമില്ലാതെ ജീവിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് രോഗത്തെയാണ്. രോഗമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ നല്ലൊരു പ്രൊഫഷൻ, അവരുടെ ജീവിതം മനോഹരമാക്കാൻ ഏറ്റവും നല്ലൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ കൂടി ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഈ ചികിത്സ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചികിത്സാ രീതിയിലോട്ട് വരാനും, അതായത് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ ചികിത്സ അക്യുപഞ്ചറാക്കി മാറ്റാനും, കാരണം സൈഡ് എഫക്റ്റുകളില്ല, പാർശ്വഫലങ്ങളൊന്നുമില്ല, മാത്രമല്ല എല്ലാ രോഗങ്ങൾക്കും ഫലമുണ്ട്, മരുന്നുകൾ അവർക്ക് മെല്ലെ ഒഴിവാക്കാൻ സാധിക്കും, മരുന്നുകളില്ല, അതൊരു കാര്യം. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഈ മേഖലയിലോട്ട് കടന്നു വരിക. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു കാര്യത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, കാരണം ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളല്ല, അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കൂടി നടത്തും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.